നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അൽ കഹ്ഫ് ഓതുന്നവരാണ് നമ്മൾ. പക്ഷേ അത് മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ ആഴ്ചയും പാരായണം ചെയ്യണം. ഇന്നഹും ഫിത്യത്തുൻ, ആ ഗുഹയിൽ കഴിഞ്ഞവർ ആരായിരുന്നു? ഒരു കൂട്ടം യുവാക്കളായിരുന്നു. എന്തിനാണ് അള്ളാഹു അവരുടെ ആ പ്രായത്തെ എടുത്തു പറയുന്നത്? ഒരു യുവാവിനുണ്ടായിരിക്കേണ്ട ഗുണമാണ് അവിടെ അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു ആ യുവാക്കളുടെ ഗുണം? ആമനൂ ബി റബ്ബിഹിം, അവരെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനെ അവർ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ, ഫസിദ്നാഹും ഹുദാ, അത് കാരണമായി അവർക്ക് അള്ളാഹുവിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ അവർക്ക് നാം സന്മാർഗബോധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈമാനിന്റെ ബൈ പ്രൊഡക്റ്റാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഒരാളിൽ ദൃഢമായി കഴിഞ്ഞാൽ അവനിൽ പിന്നീട് നല്ല നല്ല കാര്യങ്ങൾക്കുള്ള ഒരു അഭിവാഞ്ചയും താല്പര്യവുമാണ് അവനിൽ അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഫസിദ്നാഹും, ആ ഒരു സന്മാർഗ ബോധം അവർക്ക് കിട്ടിയപ്പോൾ അവരെന്താണ് ചെയ്തത്? അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല ദാർഢ്യത കൊടുത്തു. മനസ്സിന് നല്ല ധൈര്യം കിട്ടി, നല്ല സ്ഥൈര്യം കിട്ടി. എന്തിന്? യുവത്വം നശിപ്പിച്ചു കളയാനല്ല, തെമ്മാടിത്തങ്ങളിലേക്ക് നീക്കുവാനല്ല. നല്ല കരുത്തവർക്ക് കിട്ടിയപ്പോൾ അവരുടനെ പ്രഖ്യാപിച്ചതെന്താണ്? ഇത് ഖാമു, അങ്ങനെ അവർ സത്യത്തിൽ നിലകൊണ്ടുകൊണ്ട് ഉടനെ അവര് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അതാണ് ഏതൊരു യുവാക്കളുടെയും ആദ്യ പ്രഖ്യാപനം. ഫഖാലു, അവര് പ്രഖ്യാപിച്ചു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുഴുവനും അടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ യജമാനായ റബ്ബ് മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി, യുവാക്കളെ, യുവതികളെ, മനുഷ്യരെ ചിന്തിക്കുക. അവരുടെ പ്രഖ്യാപനം ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ആ പ്രപഞ്ചനാഥനപ്പുറം അവനെ കൂടാതെ ഒരാരാധ്യനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതേ അല്ല. ഇതൻ അന്നേരം അങ്ങനെ ഞങ്ങളെങ്ങാനും ചെയ്താൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങളെങ്ങാനും ആ ശിർക്ക് ചെയ്താൽ അക്രമികളായി പോകും ഞങ്ങൾ, അക്രമത്തിന്റെ വാക്ക് പറഞ്ഞവരായി പോകും ഞങ്ങൾ എന്നാണ് അവര് കൃത്യമായി പ്രഖ്യാപിച്ചത്.